ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ മാങ്ങ ഇന്നലെ രാത്രിക്ക് തന്നെ മുറിച്ചിട്ട് ഞാൻ ഉപ്പ് പിടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇത്രയും ചെറുതായിട്ടാണ് ഞാൻ മാങ്ങയെല്ലാം മുറിച്ചെടുത്തത്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 3 മാങ്ങയാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തത്. അപ്പോൾ നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ്. അതായത് മൂവാണ്ടം മാങ്ങ എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. ഇപ്പോൾ നല്ല പുളിയുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ പിന്നെ ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മാങ്ങ തന്നെയാണ്. പിന്നെ വേണ്ടുന്നതാണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി. ഞാൻ 10-20 വലിയ വെളുത്തുള്ളി എടുത്തിട്ട് നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ കഷ്ണം ഇഞ്ചി അതും നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-10 പച്ചമുളക്, എരിവിന് കണക്കായിട്ട് തന്നെ എടുക്കാം. അതും ഞാൻ വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് വിനാഗിരി. ഞാൻ ഈ ഒരു കുഞ്ഞു ബൗള് നിറയെ എടുത്തിട്ടുണ്ട്. നമുക്ക് പുളിക്ക് കണക്കായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടുന്നത് ഒരു 1/4 ടീസ്പൂൺ പിന്നെ ഇൻസ്റ്റൻറ്റ് കായാണ് ഞാൻ എടുത്തത്. പിന്നെ നമ്മുടെ ആ കട്ടക്കായില്ലേ, നല്ല കട്ടിയുള്ള കായം, അതും എടുക്കാവുന്നതാണ്. പിന്നെ പിന്നെ എള്ളെണ്ണ. അപ്പോൾ എള്ളെണ്ണ ഒരുപാടൊന്നും എള്ളെണ്ണ ഒഴിക്കൂല, കുറച്ച് മാത്രമേ എള്ളെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എള്ളെണ്ണ ഇഷ്ടമല്ലാത്തവർ ഉണ്ടെങ്കിൽ നമ്മൾക്കത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലുള്ളൊരു പാത്രമാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഉപ്പേരിയോ അങ്ങനെയുള്ള സാധനമൊക്കെ ഇതിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ നന്നായി കഴുകിയ ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒന്നും കഴുകിയെടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയുടെ ഈ ചോയ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ പൊട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കടുക് ഉലുവയെല്ലാം പൊട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അച്ചാർ കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് എള്ളെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് നാൾ വെക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അല്ലി അതെല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയെല്ലാം നന്നായി നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോഴാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയും പച്ചമുളകിനെയും വെളുത്തുള്ളിയും പോലെ തന്നെ ഒരു പ്രധാന ഘടകമാണ് അച്ചാറിന് ടേസ്റ്റ് കൂട്ടുന്ന കറിവേപ്പില. അത് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പോൾ നിങ്ങൾ ഏത് അച്ചാർ ഉണ്ടാക്കുന്ന ടൈമിലായാലും നിങ്ങൾ നിർബന്ധമായും കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് 2 വലിയ ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മൾക്ക് നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ച രുചി ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് എടുത്തു വെച്ച വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കരുത് കേട്ടോ. ഞാൻ മാങ്ങയിൽ തന്നെ ഓൾറെഡി ഉപ്പ് മുറിച്ചതല്ല, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാൻ നന്നായിട്ട്.
അപ്പോൾ ഇതാ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തു. നന്നായിട്ട് തിളച്ചിട്ട് കുറച്ച് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കല്ലുപ്പ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അത് നന്നായി നമുക്ക് കുറച്ചെടുത്ത് നന്നായി വറുത്ത് അതിൻ്റെ ആ ജലാംശം കളഞ്ഞതിന് ശേഷം തണുപ്പിച്ചിട്ട് വേണം മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് ആ ഉപ്പിൽ മുറിച്ചിട്ട മാങ്ങ നമുക്കിതിലേക്ക് ആ വെള്ളത്തോടെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് കത്തിക്കണ്ട, നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഞാൻ ഓഫാക്കി എടുക്കുന്നേ. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കാവുന്നതാണ്. നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഫ്ലെയിം ഓൺ ആക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ മാങ്ങ വെന്ത് പോവും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. നല്ല എരിവുണ്ട്. ആ പച്ചമുളകെല്ലാം ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ എരിവും ആ മുളക് പൊടിയുടെ എരിവെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവില്ല മുളക് പൊടി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എരിവായിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഈ അച്ചാറൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾക്ക് കുപ്പിയിലേക്ക് ഇങ്ങനെ ചില്ല് ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ച് വെക്കരുത്, തുറന്ന് വെച്ചിട്ട് തന്നെ ആ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിതൊന്ന് തണുത്ത് വരണം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുപ്പിയിലൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ അച്ചാർ നന്നായി ചൂട് ആറി കിട്ടിയിട്ടുണ്ട്. ചൂട് ആറിയത് കൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടെ നല്ലതായിട്ട് ആ ഗ്രേവിയെല്ലാം നന്നായി തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കായ ഇടുന്ന ഭാഗം എടുത്തിരുന്നു, അതൊന്ന് മിസ്സായി പോയതാണ് കേട്ടോ. ഞാൻ 1/4 ടീസ്പൂൺ പൊടിക്കായാണ്, ഇൻസ്റ്റൻറ്റ് കായാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് കട്ടക്കായും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾക്കൊരു ചില്ല് ഭരണിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ ചില്ല് ഭരണിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അച്ചാർ. അപ്പോൾ അച്ചാർ ആക്കുന്നതിന് മുന്നേ ഈ ചില്ല് ഭരണി നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് തുടച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം വേണം അച്ചാർ പിന്നെ ഇതുപോലുള്ള ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങ അച്ചാറാണ്. എല്ലാവരും റെഡിയാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.